നന്ദിയാൽ നിറയും എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു നാവിൽ പറഞ്ഞവനെ വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെ വേണ്ടുന്നതെല്ലാം നിറച്ചു. ആ കരകൊഴുതി പണം ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഞെട്ടി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ ചാരെ താങ്ങും തണലുമായി നിന്ന ഒരു അരുമനാഥൻ എനിക്കുണ്ട്. എത്ര രാത്രികൾ നാം പല പ്രതിസന്ധികളുടെ നടുവിൽ നാളെ എങ്ങനെയാകുമെന്നുള്ള ചിന്തയോടുകൂടെ നാം കിടന്നുറങ്ങി. പക്ഷേ അവിടെയെല്ലാം നാം ഉറങ്ങിയപ്പോൾ നമ്മളെ തലോടിയ ഒരു നല്ല കർത്താവിന്റെ കരം ഉണ്ട്. തന്റെ മാർവോട് ചേർത്തണച്ച് നമ്മളെ സ്നേഹിച്ച ആ നല്ല അരുമനാഥന്റെ സ്നേഹം ഇന്ന് പകലിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ
നന്ദിയാൽ നിറയുന്നു, നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ പകലില്ല കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ കർത്താവിനോട് നമുക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. പകലിൽ കർത്താവിനോട് നന്ദി പറയാൻ കഴിയും. ഓ ഹല്ലേലൂയ! നമ്മളെ നടത്തുന്ന നല്ലൊരു കർത്താവ്, നമ്മളെ സ്നേഹിച്ച് പരിപാലിച്ച് ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തിയ സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലിൽ ഈ പന്തലിൻ കീഴിലിരിക്കുന്ന എല്ലാ ദൈവമക്കളും ആദരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളുടെ മിടുക്കല്ല കർത്താവേ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. എത്ര പേർക്ക് ഇന്ന് പകലില കർത്താവിനോട് നന്ദി പറയാൻ കഴിയും? സ്തുതികൾ ഉയരട്ടെ ഇന്ന് പകലിലെ ആ കർത്താവിനോടുള്ള നന്ദി. നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, എണ്ണമില്ലാതുള്ള നന്മകൾ അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും
നന്ദി പറച്ചിലിന്റെ പകലായി മാറട്ടെ. കഴിഞ്ഞ വർഷം ഇതേപോലെ ആരാധന കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മടങ്ങി. പക്ഷെ ഇന്ന് നാം ഇവിടെ ഈ അതേ സ്ഥലത്ത് 2026 ആരംഭത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുണ്ട്. ശത്രു നമ്മളെ തകർത്ത് കളയാൻ പദ്ധതി ഇടാഞ്ഞിട്ടല്ല, പദ്ധതി അനവധി ഇട്ടു. പല രോഗങ്ങളും പല വേദനകളും നമ്മുടെ ലൈഫിനകത്ത് കൊണ്ടിട്ടിട്ട് നമ്മളെ തകർക്കാൻ നോക്കി. പക്ഷേ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, ശിമോനെ, പിശാച് പലവട്ടം എന്നോട് നിന്നെ കുറിച്ച് ചോദിച്ചടാ. എന്തിനെന്നറിയോ? നിന്നെ ഒന്ന് പാറ്റിക്കളയേണ്ടതിന്. നാം ദൈവത്തെ തള്ളി പറയേണ്ട സാഹചര്യങ്ങൾ എത്ര നമ്മുടെ ജീവിതത്തിനകത്ത് വന്നു. അന്ന് ദൈവം ഒന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. കാര്യം അത്രമാത്രം ശോധനയിലൂടെ കടന്നുപോയവരാ നമ്മൾ. പക്ഷെ നമ്മുടെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് അവൻ ശത്രുവിന്റെ കയ്യിൽ നമ്മുടെ കർത്താവിന് നമ്മളെ നല്ലതുപോലെ അറിയാം. ഏത് സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് മാറുമെന്നും ഏത് സാഹചര്യത്തിൽ നാം നിലനിൽക്കുമെന്നും ഒക്കെ കർത്താവിന് നല്ലതുപോലെ അറിയാം. മനുഷ്യർക്ക് നമ്മളെ അറിയത്തില്ല, പക്ഷെ നല്ലതുപോലെ അറിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദാവീദ് പറഞ്ഞു, വീഴുവാൻ തക്കവണ്ണം പിശാച് പലവട്ടം നോക്കിയെങ്കിലും ദൈവം എന്നെ താങ്ങി. ദൈവം താങ്ങിയത് കൊണ്ടായി നാം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ആരുടെ നാവിൽ നിന്ന് സ്തുതി ഉയരാതിരിക്കരുത്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഒറ്റ വാക്കിലെങ്കിലും കർത്താവിന് നമ്മൾ നന്ദി പറയണം, സ്തോത്രം പറയണം. കർത്താവേ, അങ്ങ് നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദി പറഞ്ഞ് എല്ലാ ദൈവമക്കളുടെയും വായികളെ തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. വരുന്നവർ വരും, അവരവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കും. പക്ഷേ നമ്മൾ വന്നത് ആ കർത്താവിനെ സ്തുതിക്കാനാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ എല്ലാ ദൈവമക്കളെ ശബ്ദമേറട്ടെ ഇത് പകലിൽ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകൾ
സർവനന്മകൾ സർവദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ, സർവനന്മകൾ സർവദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ദൈവം തന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്തുള്ളൂ. അതറിയുന്ന എത്ര പേരുണ്ടെന്ന് പകലിൽ? നാം പല കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചു, പക്ഷെ ദൈവം അത് തന്നില്ല. എന്താണെന്നറിയാം? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നാം ചോദിച്ച കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. പക്ഷെ ചിലതിനൊക്കെ മറുപടി തന്നു, ചിലതിന് മറുപടി തന്നില്ല. പക്ഷെ നമ്മൾ ചോദിക്കാത്ത ചില കാര്യങ്ങളൂടി കർത്താവ് നമുക്ക് തന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു 2025 കഴിഞ്ഞുപോയ വർഷത്തിൽ ഞാൻ പല കാര്യങ്ങളും എൻ്റെ പ്രാർത്ഥനയിൽ വെച്ചിരുന്നു, പല കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ വെക്കാതിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ വെച്ച കാര്യങ്ങളൊന്നും കർത്താവ് എനിക്ക് തന്നില്ല, പക്ഷെ വെക്കാത്ത കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ആമേൻ. കാര്യം നാം ചോദിച്ച കാര്യം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ നന്ദി കാണിക്കത്തില്ല ദൈവത്തിന്റെ സന്നിധിയിൽ. പക്ഷേ നാം ചോദിച്ച കാര്യം തരാതിരുന്നപ്പം നമ്മുടെ ഹൃദയം വേദനിക്കുന്ന കർത്താവ് കണ്ടു. ആ കണ്ട കർത്താവ് നമുക്ക് അനുയോജ്യമായ പദവിയും പൊസിഷനും, അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച, അല്ലെങ്കിൽ ദൈവത്തിനറിയാം നമുക്ക് എന്ത് തന്നാൽ നമ്മൾ ദൈവത്തെ അധികം സ്തുതിക്കുമെന്ന്. ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് കുറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലതും കർത്താവ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞത്. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുമ്പം പലതും ലൈഫിൽ റിജക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പലതും റിജക്റ്റ് ആയതിൻ്റെ പുറകിൽ ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ട്. അത് റിജക്റ്റ് ആവാതിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ നാം പോയേനെ. പക്ഷേ
ആ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അതുകൊണ്ടാ ഒരു പാട്ടുകാരൻ പാടിയത്, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ആ കർത്താവ് നമ്മളെ നടത്തി. ഇന്ന് പകലിൽ നമ്മൾ ആ പാട്ടിന്റെ വരികൾ പാടി ആരാധിക്കുമ്പോൾ നിങ്ങൾ ആ പാട്ടിന്റെ വരികളൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒന്ന് പാടി കർത്താവിനെ ആരാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസ്തനായിരുന്നു, നല്ലൊരു അപ്പനായിരുന്നു, നല്ലൊരു സഹിയായിരുന്നു. ഇന്ന് പകലിലും ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി കരങ്ങളെ അടിച്ച് ഈ പാട്ടിന്റെ വരികൾ നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കാം. ഒരു നന്ദി പറച്ചിന്റെ പകലായിട്ട് മാറട്ടെ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, എനിക്ക് നന്ദിയല്ലാതെ വേറെ ഒന്നും കർത്താവിനോട് പറയാനില്ല. ഒരു യോഗ്യത ഇല്ലാതെ കിടന്ന കാട്ടിൽ കിടന്ന എന്നെ അവൻ നാട്ടിൽ കൊണ്ടുവന്നു, നാട്ടിൽ രാജ പദവിയിലിരുത്തി. ആ കർത്താവിന് എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത്? ഒരു യോഗ്യതയും എനിക്കില്ല നന്ദിയല്ലാതെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല. ഒന്നുകൂടെ പണം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദിയോ. നന്ദി യേശുവേ, എൻ ശക്തിയാലല്ല, എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ ചിറകിന്മീതെ വഹിക്കുമ്പോൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വന്മകം. നന്ദി യേശുവേ, എല്ലാ ദൈവമക്കളും പാടിയാൽ പകല്. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, എൻ ശക്തിയാലല്ല, എൻ ശക്തിയാലല്ല. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തി. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത നന്മകൾ. എണ്ണിയാൽ നന്ദി യേശുവേ, നന്ദി യേശുവേ, യേശുവേ. ആ കരങ്ങളെ തട്ടി കർത്താവൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമുണ്ട്. ഞാൻ എപ്പോഴും ആരാധന ലീഡ് ചെയ്യുമ്പോഴത്തേനും ഞാൻ എപ്പോഴും പറയുന്ന ഒരു സങ്കീർത്തനമാണ് 122 സങ്കീർത്തനം. അതിനകത്ത് ദാവീദ് ഇങ്ങനെ പറയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദാവീദേ തൻ്റെ ഹൃദയം സന്തോഷിച്ചത്? ദാവീദിന് പറയാൻ കഴിയും, ആലയത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ശെക്കേനയുണ്ട്,
ദൈവജനം ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. ആ മഹത്വത്തിന്റെ വില മനസ്സിലാക്കിയവനാ ഞാൻ. ആ ദൈവ സാന്നിധ്യമാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു പദവി എനിക്ക് തന്നത്. ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോൾ ദാവീദിന് ഒരു സന്തോഷമില്ല. പക്ഷെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറയും, ആദ്യത്തെ വണ്ടിക്കുള്ള ടിക്കറ്റ് ഞാൻ എടുക്കാം, എല്ലാവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കി, പക്ഷെ നമുക്ക് ഒരുമിച്ച് ആലയത്തിലൊന്ന് പോകണം. ആലയത്തിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങി വരേണ്ടവരവിടെ ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, ആമേൻ, ആരോടും പറയാൻ കഴിയാത്ത വേദനകളുമായി ചുമന്നുകൊണ്ട് നാം ആരാധന സ്ഥലത്ത് വന്നാൽ അവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ശക്തിയെ നാം അനുഭവിക്കുമ്പോൾ, അവിടെ ഇറങ്ങി വരുന്ന ദൈവ മഹത്വത്തിൽ നാം ഒന്ന് കണ്ണടച്ച് അതിന്റെ നടുവിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാൽ, ആമേൻ, പലരോടും പറയാൻ പറ്റാത്ത ഭാരങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, എനിക്ക് ആലയത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിരിക്കുന്നതിനേക്കാൾ, കൂട്ടുകാരുമായി സമയം കളയുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് ആലയത്തിനകത്ത് പോയിരിക്കണം. കാര്യം, എന്നെ നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം അത്ര വലുതാ. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആ സാന്നിധ്യത്തിനോട് ചേർന്ന് നന്ദി പറയാൻ കഴിയും? ശൗലിന്റെ പല കുന്തങ്ങളും ദാവീദിന് നേരെ ആഞ്ഞു വന്നപ്പോൾ ചുമരോട് ചേർന്ന് താൻ മരിക്കേണ്ട സമയത്തെല്ലാം അതിൽ നിന്നും തന്നെ നടത്തിയ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തന്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് കാട്ടിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാൻ അറിയാം, അത് ദൈവം കാണും. പക്ഷെ ആലയത്തിലേക്ക് വരുന്നതിന്റെ കാരണം, എല്ലാവരും കാണുക എന്റെ കർത്താവിനെ എനിക്ക് സ്തുതിക്കണം, എല്ലാവരും അറിയണം ഞാൻ എങ്ങനെ ഈ പൊസിഷനിൽ എത്തിയതെന്ന്, എല്ലാവരും അറിയണം എങ്ങനെയാ എന്റെ ജീവിതത്തിനകത്ത് ഈ ഉയർച്ച വന്നതെന്ന്. ഒരു മനുഷ്യന്റെ ബലം കൊണ്ടോ ആരുടെ ഒത്താശ കൊണ്ടോ കിട്ടിയതല്ല എനിക്ക് ഈ പൊസിഷൻ. കാട്ടിൽ കിടന്ന് എന്നെ നാട്ടിൽ വരുത്തി അഭിഷേകം ചെയ്ത് രാജപദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് ആ ദൈവമാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ആലയത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ പരസ്യമായ ആ കർത്താവിന് നന്ദി പറയാൻ എന്റെ ഹൃദയം ഭയങ്കരമായി വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ട് എനിക്ക് ആലയത്തിലേക്ക് പോകണം. ശക്തിയെ ഇറങ്ങുന്നിടത്ത് പോയി പരസ്യമായ കർത്താവിനെ ആരാധിക്കാൻ ഇന്ന് പകലിൽ ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന എത്ര ദൈവമക്കൾ പറയാൻ കഴിയും, എന്നെ നടത്തിയ എന്റെ ദൈവത്തിന് പരസ്യമായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഒരു ലക്ഷ്യമില്ലാതെ ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു പറയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരങ്ങളെ തട്ടിയോ കരങ്ങളെ ഉയർത്തിയോ ആ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കല്ലേ. നമുക്ക് ദൈവസാന്നിധ്യത്തിൽ നന്ദിയുള്ളവരായിരിക്കാം. ആ ദൈവസാന്നിധ്യത്തെ റെസ്പെക്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഈ പാട്ടിന്റെ വരികൾ തന്നെ നമ്മൾ പാടി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കർത്താവിന് ആവശ്യം നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ നന്ദിയാണ്, നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന നന്ദി. നമ്മൾ ഒരുമിച്ച് ഈ പാട്ടിന്റെ വരികൾ തന്നെ നമ്മൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കരുത്. അവരെ കണ്ടിട്ടല്ല ദൈവം നിങ്ങളെ വിളിച്ചത്, അവരെ കണ്ടിട്ടല്ല ദൈവം നിങ്ങൾ ഉയർത്തിയത്, അവരോട് ചോദിച്ചില്ല. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജഡരക്തങ്ങളോട് ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഡയറക്റ്റ് കർത്താവിനോട് അങ്ങ് ഇറങ്ങി. ഇന്ന് ഇവിടെ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ പറയണം, അടുത്തിരിക്കുന്നവരെ നോക്കി ഞാൻ ദൈവത്തെ ആരാധിക്കാതിരിക്കത്തില്ല. ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ഈ പാട്ടിന്റെ വരികൾ തന്നെ നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയും ഇതിനകത്ത് തന്നെ ആരാധിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ.
വാഹിക്കുമ്പോൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ, തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ, മകൾ 1000 നന്ദി. എൻ ശക്തിയാലല്ല, നിന്റെയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയോ എന്നെ നടത്തിയത്. ഊരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ നടത്തിയ ദൈവസാന്നിധ്യം, വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തിയതാ. എണ്ണിയാൽ യേശുവേ. യേശുമാണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുമാണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന കഴിയുമെങ്കിൽ എല്ലാ ദൈവമക്കളും എഴുന്നേൽക്കുന്നത് എല്ലാ ദൈവമക്കളും അതാണ് സ്ഥാനങ്ങൾ എഴുന്നേൽക്കുന്നത്. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും തെല്ലും നീ ഭയപ്പെടാതെ.
യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ, നമ്മുടെ കർത്താവ് വരാറായി. നാം രൂപാന്തരം പ്രാപിക്കാൻ പോവുകയാണ്. ശുഭനാകാലമായി രൂപാന്തരം ചേരുന്ന ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ, ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ, പാരിൽ പാർത്തിടും നാമനാളിൽ രൂപാന്തരം പ്രാപിക്കും. ഓ പാരിൽ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരേ, അസന്നമായി പ്രിയരേ. ദൈവിക ഭവനമാതിൽ പുതുവീടുകളൊരുക്കിയവർ, ദൈവിക ഭവനമാതിൽ പുതുവീടുകളൊരുക്കിയവർ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ ദൈവിക ഭവനമതിൽ. നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാൻ, വരും മേഘമതിൽ
യേശു മണവാളൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. ഓ കാലം ആസന്നമായി പ്രിയരേ, അപ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് പകലിൽ ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കാലമേ നീ നമ്മൾ താമസിക്കാതെ ആ കാലനോട് ചേർന്ന കാലം അധികം വിദൂരമല്ല. നമ്മുടെ ആത്മമണവാളൻ വരാൻ സമയമായി. നമ്മെ ചേർക്കുവാൻ ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് പറഞ്ഞ ഹരിമനാഥന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകലിൽ പ്രത്യാശയോടുകൂടെ വായികളെ തുറന്ന അന്യഭാഷകളിലെ കർത്താവിനെ സ്തുതിക്കാമോ? ഉടവലഘടക ശബ്ദരാധന. അപ്പാ ഇത് പകൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ആരും ആരാധിക്കാതെ ഇരിക്കരുതേ. ഇന്ന് പകലിൽ ആരാധനയ്ക്ക് യോഗ്യനായ ആ കർത്താവിന് മഹത്വം കൊണ്ടാണ്. മനുഷ്യനല്ല നമ്മളെ നടത്തിയത്, നമ്മുടെ കർത്താവാണ്. മനുഷ്യന്റെ കരങ്ങൾ നമ്മളെ കൈവിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നുവരെയും കൈവിടാതെ ആ നടത്തിയ അപ്പനെ ഇന്ന് പകൽ സ്തുതിച്ചാട്ടെ. ഉടലമശബ്ദരെ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. കരങ്ങളെ പറ്റി ഉടലമനഘടക ശബ്ദരാധന ഓ നമ്മളെ നടത്തിയ നല്ല കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അവന്റെ ഉപകാരങ്ങൾ എത്ര വലുത്, എത്ര വലുത്, എത്ര വലുത്, എത്ര വലുത്, എത്ര വലുത്. നാം വീഴാഞ്ഞിട്ടല്ല, അവൻ കർത്താവ് നമ്മളെ പിടിച്ചത് കൊണ്ട് അത്രേ നാം വീഴാത്തത്. അവൻ വീഴേണ്ട പല സാഹചര്യങ്ങൾ വന്നുപോയി ദൈവമക്കളെ. പക്ഷേ അതിന്റെ നടുവിൽ നമ്മളെ കരം പിടിച്ചിരുന്ന നാം കണ്ടില്ല. പക്ഷേ നമ്മളെ കണ്ടൊരു ദൈവമുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം. ഓ അതുകൊണ്ട് കർത്താവിനോട് പറയാമോ, നന്ദി യേശുവേ, നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഓ അപ്പാ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല,
ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും, എല്ലാ മാനവും, എല്ലാ പുകഴ്ചയും അരുമനാഥ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ.